ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നേക്കുന്നത് സോമർസെറ്റിലുള്ള ഏറ്റവും ഫേമസ് ആയ ഒരു വില്ലേജിലേക്കാണ്, ചേതാഗോജ്. ഇവിടെ കയറിയപ്പോൾ തന്നെ എന്നെ ആദ്യം അട്രാക്ട് ചെയ്തത് ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. ഇത് എങ്ങനെ ഇവർ തുഴന്ന് റോഡുണ്ടാക്കി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എവിടെയാണ് നിൽക്കുന്നത് ഗായ്സ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് UK-ലെ മലയും കീഴിലാണ്. ഇത് ഈ മലയുടെ കീഴിലാണ് അഞ്ചു നിൽക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ഫോട്ടോസ് വന്നപ്പോഴേ ഞങ്ങൾ എടുത്തു തുടങ്ങി. 450 അടി ഉയരമുണ്ട് ഈ കൂറ്റൻ പാറക്കെട്ടുകൾക്ക്. ഞങ്ങൾ നോക്കുമ്പോൾ മുകളിൽ 2 കുഞ്ഞാട് പെട്ടുപോയെന്ന് വിചാരിച്ചു, ഈ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന പോലെയൊക്കെ. പിന്നെ നോക്കിയപ്പോൾ ബാക്കിൽ എൻ്റെ അമ്മാടും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് പേടിച്ചു, പക്ഷേ അവർ ഓക്കെ ആയിരുന്നു, സേഫ് ആയിരുന്നു. ചേദാർ ചീസിൻ്റെ ജന്മസ്ഥലമാണ് ഈ ചേതാർഗോജ്. നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ റിലാക്സ് ആകുന്ന രീതിയിലുള്ള ഒത്തിരി സീനറിക് ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി ഇവിടെയുണ്ട്. ഇവിടുത്തെ വേറെ 2 അട്രാക്ഷൻസ് ആണ് ഇവിടുത്തെ ഗുഹകൾ. 2 ഫേമസ് കേവ്സ് ഉണ്ട്, കേവൻസ് ആൻഡ് ഗോഫ്സ് കേവ്. ഇതാണ് ഇവിടുത്തെ 2 ഗുഹകൾ. ഇവിടെ കയറാനായിട്ട് പ്രത്യേക എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗുഹയുടെ ഇടയിലും പാറക്കെട്ടുകൾക്കിടയിലും വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു വെള്ളങ്ങളാണ് ഈ വെള്ളച്ചാട്ടങ്ങളായിട്ട് ഇതുവഴി ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വാട്ടർഫോൾസ്. ഹി ജസ്റ്റ് എൻജോയ്ഡ് ഇറ്റ്. അവനെ വീഡിയോ Oh no, it's raining. Is it raining? It is. ഇത് വന്ന ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ മഴ പെയ്തു തുടങ്ങിയായിരുന്നു. ഈ വാട്ടർ ചാനലൊന്ന് നോക്കിയാൽ എന്ത് ക്ലിയറാണ് ഇതിലെ വാട്ടർ. നമുക്ക് താഴെ ഉള്ളത് വരെ ക്ലിയർ ആയിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഈ സിറ്റി ലൈഫിലെ ബിസി സ്കെഡ്യൂളിൽ ഇടയ്ക്കുള്ള ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. Trust me guys, you're gonna enjoy it for sure. ഇവിടുത്തെ വേറെ അട്രാക്ഷനാണ് ഈ കാണുന്ന ജേക്കബ്സ് ലാഡർ. മലമുകൾ കയറാനുള്ള പടികളാണ്. 274 സ്റ്റെപ്സ് ഉണ്ട് ടോട്ടൽ. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഏരിയയിൽ ഒരിറ്റ് വെള്ളം പോലും വീഴുന്നില്ല എന്നുള്ളതാണ്. മരങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കുട പോലെ അങ്ങ് നിൽക്കുക. മഴ കാരണം ഞങ്ങൾ അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുവാണ്. പക്ഷേ ഡാഡിക്ക് ഈ മഴയും വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടം. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് ഗോവിന് ഇങ്ങനെ നടക്കാൻ പോയി. മഴയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഡാഡി തന്നെയാണ്. ഈ കാണുന്ന ഈ വാട്ടർഫോൾ ഉണ്ടല്ലോ, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ നേരിട്ട് കാണാൻ. ഈ മഴയത്തുള്ള ചേതാഗോജ് കാണാൻ ഒരു പ്രത്യേക ഫീലാട്ടോ. നമ്മൾ വിചാരിച്ചു നമ്മുടെ ട്രിപ്പ് കൊളാവുമെന്ന്, പക്ഷെ അല്ല. മഴ പെയ്തപ്പോഴാണ് അതിൻ്റെ ഭംഗി ഇരട്ടിയായതെന്ന് പറയാം. ആ വെള്ളച്ചാട്ടങ്ങളും വെള്ളമൊഴുക്കുകളും എല്ലാം നല്ല ക്ലിയർ വാട്ടർ. ആൻഡ് മഴ കൂടി വന്നപ്പോഴത്തേക്കും സൂപ്പർ, ഒന്നും പറയാനില്ല. മഴ എക്സ്പ്ലോർ ചെയ്ത ക്ഷീണത്തിലെ ഡാരിതേ അവൻ്റെ ഫേവറേറ്റ് ക്യാൻഡി കോപ്പിക്കോ ഇരുന്ന് കഴിക്കുവാണ് എൻജോയ് ചെയ്ത്. ഇതുകൊണ്ടോ ആ ഒരു സ്ലാബ്, ആ ഒരു വുഡിൻ്റെ അവിടെ ഒരിറ്റ് വെള്ളം പോലും ഇല്ല. ഇറ്റ്സ് ക്ലിയർ, പക്ഷേ അവിടെ ഹെവി റെയിൻഫോൾ ആയിരുന്നു. ഇതുകൊണ്ടോ തകർത്ത് പെയ്യുക മഴ. പ്രകൃതി എന്താ അല്ലേ. നേച്ചർ ഈസ് സംതിങ് അമേസിങ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ എനിക്കെപ്പോഴും ഇങ്ങനത്തെ പ്ലേസുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും പോകാൻ. ഒരിക്കൽ കണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും എനിക്ക് മടുക്കില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സീനറി സമ്മാനിച്ച ലിജോയ്ക്ക് പ്രത്യേക താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ചേതാഗോജിനോട് വിട പറയാണ്. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത് ക്ലാർക്സ് വില്ലേജ് കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അപ്പോൾ വണ്ടി നേരെ നമുക്ക് വിടാം ടു ക്ലാർക്സ് വില്ലേജ്.
നമ്മൾ നല്ല മണമുള്ള ഒരു സ്ഥലത്ത്. ഡാരി അലമ്പുണ്ടാക്കിയത് പ്രമാണിച്ച് നമ്മൾ ഫുഡ് തപ്പിപ്പോവാണ്. ഡാരി ആയിരുന്നു പ്രയോറിറ്റി. അവന് വിശന്നിട്ട് അവനിങ്ങനെ അലമ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കയ്യിലുണ്ടായിരുന്ന സ്നാക്സിലൊന്നും ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവനിഷ്ടമുള്ള പിസ്സ തപ്പിപ്പോവാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റ് ആണ് പ്രസോ. അതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയത്. വന്നപ്പോൾ തന്നെ ഡാരിക്ക് കളിക്കാനായിട്ട് അവർ ക്രയോൺസ് കൊണ്ടു കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ ഡാരി വാസ് സോ മച്ച് ഹാപ്പി. വാട്ട്സ് ദാറ്റ് ഡാരി? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 6 മണി വരെ ഈ ക്ലാർക്സ് വില്ലേജ് ഉള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന അരമണിക്കൂറിൽ ജസ്റ്റ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് 2-3 കടകൾ കയറി എന്നല്ലാതെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ദെൻ വി ആർ ബാക്ക്. So see you guys next time with another video. Bye bye.